സുഹ്റാൻ മംദാനിയെ പലതവണ തെറി വിളിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ സുഹ്റാൻ മംദാനിയെ അഭിനന്ദിക്കാതെ തരമില്ല. കാരണം ഒരു ഇന്ത്യക്കാരൻ പോലും ചോദിക്കാത്ത കാര്യമാണ് സുഹ്റാൻ മംദാനി ഇപ്പോൾ ഇംഗ്ലണ്ടിനോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ 200 വർഷം കൊള്ളയടിച്ചാണ് ഇന്നത്തെ ഇംഗ്ലണ്ട് അവർ കെട്ടിപ്പടുത്തത് എന്നുള്ളത്. നമ്മുടെ രാജ്യത്തു നിന്നും കൊണ്ടുപോകാവുന്ന സകല കാര്യങ്ങളും അവർ കൊണ്ടുപോയി കഴിഞ്ഞു. എന്നാൽ അവരുടെ കൺമുന്നിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച ചില കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമുക്കുള്ളൂ. അതിലൊന്നാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിധിയായിരിക്കുന്ന ദേവന്റെ സ്വത്ത് എന്നൊക്കെ പറയുന്ന ആ സംഭവം. ഇപ്പോൾ ഇതാ സുഹ്റാൻ മംദാനി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യയുടെ കോഹിന്നൂർ വജ്രം തിരിച്ചു തരൂ എന്ന്. പല ആൾക്കാരും ഇവിടെ ചുമ്മായൊക്കെ പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാരോട് ഇന്ത്യൻ സർക്കാർ ചോദിക്കണം, നമ്മുടെ കോഹിന്നൂർ രത്നം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്, ആ കോഹിന്നൂർ രത്നം നമുക്ക് തിരിച്ചു വേണമെന്നൊക്കെ. പക്ഷേ അതൊന്നും ഇതുവരെ ഇന്ത്യക്കാർ ചോദിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നയതന്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മംദാനി അമേരിക്കയിലാണ് വളർന്നതെങ്കിലും ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ ഹൃദയം ഇപ്പോഴും ഹിന്ദുസ്ഥാനിലാണെന്നും തെളിയിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലെ രാജാവ് ചാൾസ് മൂന്നാമൻ ഇപ്പോൾ അമേരിക്കൻ പര്യടനത്തിനാണ്. ചാൾസ് രാജാവുമായി ഒരു സംഭാഷണം നടത്തിയാൽ അത് വെറും ഔപചാരികമായിരിക്കില്ലെന്ന് ബുധനാഴ്ച മംദാനി വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഒരു പത്രസമ്മേളനത്തിനിടെ രാജാവിനോട് എന്താണ് പറയേണ്ടതെന്ന് മംദാനിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പതിവ് മര്യാദകൾ ഉപേക്ഷിച്ച് ബ്രിട്ടന്റെ ഇരുണ്ട ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുകയും കോഹിന്നൂർ വജ്രത്തിന്റെ വിഷയം ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് അമേരിക്കയിൽ തന്നെ വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ചാൾസ് രാജകുമാരൻ ഇപ്പോൾ രാജാവാണ്, മുമ്പ് രാജകുമാരനായിരുന്നു. ഈ രാജാവ് അമേരിക്ക സന്ദർശിക്കുമ്പോൾ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ന്യൂയോർക്ക് സിറ്റിയിലെ മേയർ പറയുകയാണ്, ആ കോഹിന്നൂർ രത്നം തിരിച്ചു തരാൻ ഞാൻ ചാൾസ് രാജകുമാരനെ നേരിട്ട് കണ്ടാൽ ചോദിക്കുമെന്നുള്ളത്. ഇത് വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ. മംദാനി ഒരു മടിയും കൂടാതെയാണ് ആ സമയത്ത് പറഞ്ഞത്, ഞാൻ രാജാവിനോട് സംസാരിച്ചാൽ കോഹിന്നൂർ വജ്രം ഇന്ത്യക്ക് തിരികെ നൽകാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുമെന്ന്. മംദാനിയുടെ അമ്മ മീര നായർ ഇന്ത്യയിൽ ജനിച്ചു, അമേരിക്കയിൽ പഠനത്തിനായി പോയി എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം മേയറുടെ പിതാവ് മഹ്മൂദ് മംദാനിയോടൊപ്പം ഉഗാണ്ടയിൽ താമസിച്ചു. സാധാരണയായി മേയറും ബ്രിട്ടീഷ് രാജകുടുംബവും തമ്മിലുള്ള ആശയവിനിമയം കർക്കശമായ നിയമങ്ങൾക്കും മൃദു നയതന്ത്രത്തിനും കീഴിലാണ് നടക്കുന്നത്. എന്നാൽ മംദാനിയുടെ പ്രസ്താവന ഈ ചർച്ചയിലേക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രശ്നം കൂടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.